അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ AK ബാലൻ. വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ മാപ്പ് പറയാൻ മനസ്സില്ല എന്നാണ് ബാലൻ പറയുന്നത്. 10 പൈസ എൻ്റെ അടുക്കൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ കേസിന് കൊടുക്കട്ടെ. മരണം വരെ 10 പൈസ ഞാൻ കൊടുക്കൂല. അത്ര ദാരിദ്ര്യം അവർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. പൈസ ഇല്ലാത്തൊരു പാർട്ടിയൊന്നല്ലല്ലോ. മാപ്പ് എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ. ഖുറാന്റെ മലയാള പരിഭാഷയുമായാണ് ഇന്ന് AK ബാലൻ വാർത്താ സമ്മേളനത്തിലെത്തിയത്. ജയിലിൽ പോകാനാണ് വിധിയെങ്കിൽ സന്തോഷത്തോടെ പോകും. ജയിലിലിരുന്ന് ഖുറാൻ വായിക്കുമെന്നും AK ബാലൻ. അപ്പം ഇനി ഈ ഡിഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതായിരിക്കും. ഇതിൽ കൃത്യമായി മുനാഫിക്കുകളെ പറ്റി പറയുന്നുണ്ട്. കപട വിശ്വാസികളെ സംബന്ധിച്ച് ഞാനൊരു കപട വിശ്വാസിയല്ല. തൊഴിലാളി വർഗത്തോട് കൂറുള്ള ഒരു വിശ്വാസി, തൊഴിലാളി വർഗത്തോട് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കപടത്തരയില്ല. അവിടെയും തീരുന്നില്ല. വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ പലതരം ജമാഅത്തെ ഉണ്ടെന്നാണ് AK ബാലന്റെ കണ്ടുപിടുത്തം. ഈ ഡിഫൈമേഷൻ്റെ അകത്ത് അദ്ദേഹത്തെ കൂടി അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി എന്നാണ്. കേരള ഇസ്ലാമി ഹിന്ദ് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി കുറേ ഉണ്ട്. ഇപ്പോൾ കേരള ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ AP ജാഥ ഇല്ലേ അല്ലേ? മുസ്ലിം ജമാഅത്ത് അല്ല, കുറേ കാശ്മീരിൽ ജമാഅത്തെ ഉണ്ട്, കാശ്മീരിൽ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. AK ബാലൻ കേരളത്തിന്റെ MLA-യും മന്ത്രിയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. ജനിച്ചതും പഠിച്ചതും മലബാറിലാണ്. പൊതുപ്രവർത്തനത്തിന്റെ വലിയൊരു ഭാഗവും മലബാറിൽ തന്നെയായിരുന്നു. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയും കേരള മുസ്ലിം ജമാഅത്തെയും മാറിപ്പോകുന്നുണ്ടെങ്കിൽ പാർട്ടി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബാലൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം അടിയന്തരമായി ഓഫ് ചെയ്യാൻ പറയുന്നതായിരിക്കും തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിക്ക് നല്ലത്.